ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. യേശുക്രിസ്തു ശിഷ്യന്മാരെ അയക്കുമ്പോൾ ശിഷ്യന്മാരോട് വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, നിങ്ങൾ ചെല്ലുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ്. ചെന്നായ്ക്കൾ എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ ക്രൂരതയുടെ പ്രതീകമാണ്. മറ്റൊരാളെ തകർത്ത് കളയുന്ന, മറ്റൊരാളുടെ രക്തം കുടിക്കുവാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന, മറ്റൊരാളുടെ നാശത്തിനു വേണ്ടി കൊതിക്കുന്ന ക്രൗര്യമായ കണ്ണുകളോടുകൂടെ മറ്റൊരുത്തൻ്റെ വേദനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന രൂപത്തിൻ്റെ പ്രതീകമായിട്ടാണ് വേദപുസ്തകത്തിൽ ചെന്നായ് എന്ന് പറയുന്ന രൂപം കടന്നു വരിക. യേശുക്രിസ്തു തൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഞാൻ പോയി കഴിയുമ്പോൾ ആടുകളെ ചിന്തിക്കളയുന്ന കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന്. അത് കേവലം ചെന്നായ് എന്ന് പറയുന്ന മൃഗത്തിൻ്റെ പ്രത്യേകതകളെ പരിഗണിച്ചുകൊണ്ട്, ഒരു മാർദ്ദവത്വവുമില്ലാത്ത, ഒരു താല്പര്യവും ആർക്കും തോന്നാത്ത, ഒരു കാരുണ്യവുമില്ലാത്ത, കണ്ണുകളിൽ പോലും ദയാദാക്ഷിണ്യങ്ങളില്ലാതെ ക്രൂരമായ ഭാവത്തോടും ആർത്തിയോടും കൂടെ മറ്റൊരുത്തൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ചെന്നായുടെ ഭാവം, അത് ക്രൗര്യഭാവത്തെ വിശദമാക്കുവാൻ വേണ്ടി യേശു ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അപ്പോൾ ലോകത്തിലേക്ക് ഐക്യപ്പെടുന്ന ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ചെല്ലുന്നത് ക്രൂരത നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്കാണ്. ലോകത്തിൻ്റെ മുഖം അതാണ്, ക്രൗര്യഭാവമാണ് ലോകത്തിൻ്റേത്. ലോകം നിങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നോ, സ്നേഹത്തോടെ നിങ്ങളെ ചേർത്തണയ്ക്കുമെന്നോ, സന്തോഷത്തോടെ നിങ്ങളെ ഉൾക്കൊള്ളുമെന്നോ നിങ്ങൾ വിചാരിക്കരുത്. കാരണം ലോകത്തിൻ്റെ മുഖമെന്ന് പറയുന്നത് ഒരു ക്രൂരതയുടെ ഭാവമാണ്. നിങ്ങൾ സൗഖ്യം കൊടുക്കുകയും ആശ്വാസം നൽകുകയും ചെയ്യുന്ന ഒരു ചുരുങ്ങിയ ഒരു പറ്റം മാത്രം ഒരുപക്ഷെ നിങ്ങളോട് ചേർന്ന് നിന്നേക്കാം. എന്നാൽ മഹാഭൂരിപക്ഷം, അതായത് ലോകം നിങ്ങൾക്കെതിരായിരിക്കും. ലോകത്തിൻ്റെ മുഖം ക്രൂരതയുള്ളതാണ് എന്ന് യേശു പറയുക. ദാക്ഷിണ്യമില്ലാത്ത ഭാവം ഉള്ള ലോകത്തിലേക്ക്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ ചെന്നായ്ക്കളെക്കുറിച്ച് ഇങ്ങനെ യഹൂദന്മാരെക്കുറിച്ചാണിത് പറയുക, റോമൻ പട്ടാളക്കാരെക്കുറിച്ചാണിത് പറയുക, വിജാതികളെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ മാർഗ്ഗം ഉൾക്കൊള്ളുവാൻ മടി കാണിച്ച വിജാതീയരെക്കുറിച്ചാണിത് പറയുക, യേശുവിൻ്റെ മാർഗത്തിലുള്ളവരെ പീഡിപ്പിച്ച ചക്രവർത്തിമാരെക്കുറിച്ചാണിത് പറയുക എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്നാൽ അതേ സമയത്ത് തന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ലോകത്തിൻ്റെ മുഖമെന്ന് പറയുന്നത് ക്രൂരതയുടെ മുഖമാണ്. ഇവിടെ നമ്മൾ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭാവം മാത്രം പ്രതീക്ഷിക്കുന്നത് മൗഢ്യമാണ്. പ്രവർത്തന രംഗങ്ങളിൽ, ഇടപെടുന്ന മേഖലകളിൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഈ ക്രൂരത എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുഖമുദ്രയാണ്. മഹാഭൂരിപക്ഷവും അങ്ങനെ ആകാനാണ് സാധ്യത എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ലോകത്തിൻ്റെ മുഖം ക്രൂരമാണ് എന്ന് പറയുമ്പോൾ മനുഷ്യരെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യരിൽ അതുണ്ട്, പ്രകൃതിയിൽ അത് ലഭ്യമായേക്കാം. ഇന്ന് കൊറോണ എന്ന് പറയുന്ന വലിയ പ്രതിസന്ധി ലോകത്തിൻ്റെ മുഖത്തെ ക്രൂരമാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. മനുഷ്യനിർമ്മിതമാണ് ഈ വൈറസ് എന്ന് പറയാറുണ്ടെങ്കിലും ഇന്ന് ലോകം മനുഷ്യന് പ്രതികൂലമായി മാറിക്കൊണ്ടിരിക്കുക. ലോകത്തെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുക. ലോകത്ത് മനുഷ്യന് സംഘടിക്കാനുള്ള, ഒരുമിച്ച് ജീവിക്കുവാനായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഇല്ലാതായി പോയിരിക്കുക. ഈ ലോകം, കോസ്മോസ് എന്ന് പറയുന്ന എല്ലാവരും ഒരുമിച്ച് പാർക്കേണ്ടുന്ന ലോകം ഇന്ന് ഒറ്റപ്പെടേണ്ട അവസ്ഥയിൽ എന്നെ നിങ്ങളെയും കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുക. ലോകത്തിൻ്റെ ഒരു പ്രതികൂല മുഖമാണ്. പ്രളയം വരുമ്പോൾ നമ്മൾ കാണുന്നത് ലോകത്തിൻ്റെ ഒരു പ്രതികൂല മുഖമാണ്. എത്ര വേഗത്തിലാണ് ഒരായുസ് കൊണ്ട് തട്ടിക്കൂട്ടിയ, സ്വരൂപിച്ചു വെച്ച ഒരു ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ കൊണ്ട് സമ്പാദിച്ചു വെച്ചത് ഒരു പ്രളയം അടിച്ച് തകർക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നത്. ഈ നാളുകളിൽ നാം പരിചയപ്പെട്ട വസ്തുതയാണ്. ലോകത്തിൻ്റെ ക്രൗര്യഭാവമാണ്. അഗ്നിപർവ്വത മേഖലകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാം അവർ അനുഭവിക്കുന്ന ഭീതിയും ഭീഷണിയും എത്ര വലുതാണെന്ന്. ലോകത്തിൻ്റെ ക്രൂരമുഖമാണ്. അപ്പോൾ ലോകമെന്ന് പറയുന്നത് എന്നും നമുക്ക് അനുകൂലമാകണം, നമുക്ക് നമ്മുടെ സുഖകരമായ ജീവിതത്തിന് അനുപേക്ഷണീയമായ സാഹചര്യങ്ങളെ ഒരുക്കിത്തരും എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. പ്രിയപ്പെട്ടവരെ, ചെന്നായുടെ രൂപമാണ് ലോകക്കാർക്കുള്ളത്. ചെന്നായുടെ രൂപമുള്ള, ക്രൗര്യഭാവമുള്ള ഇടത്തേക്കാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിത സാഹചര്യം തന്നെ ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ കേൾക്കുന്ന പത്രവാർത്തകൾ
അത്രമാത്രം ക്രൂരതയാണ് പ്രതിഫലിപ്പിക്കുക. മനുഷ്യൻ ഇത്രയും അധപ്പതിക്കുവാൻ, മൃഗതുല്യനായിട്ട് മാറുവാൻ കഴിയുന്നല്ലോ എന്നോർത്ത് സങ്കടപ്പെടേണ്ട പരിതാപകരമായ അവസ്ഥ. ഒരു മനുഷ്യത്വവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, വിശുദ്ധ വേദപുസ്തകം പറയുന്ന 49-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ് എന്ന് പറയുന്നത് പോലെയുള്ള മഹാപാതകങ്ങളാണ് നമ്മുടെ ദേശത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് തപ്പി നമ്മൾ മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല. കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് ഇത് അരങ്ങേറുന്നത് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഭീകരത. ഇത്രയും സംസ്കാരമുള്ള, ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും ദൈവവിചാരമുള്ള, ഇത്രയും മതസംവിധാനങ്ങളുള്ള, ഇത്രയും പ്രാർത്ഥനകൾ അരങ്ങേറുന്ന മലയാളക്കരയിലാണ് ഇത് അരങ്ങേറുന്നതെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെയും എത്ര വിരോധാഭാസമാണ്. ഇതാണ് മനുഷ്യൻ്റെ മുഖം, ഇതാണ് ലോകത്തിൻ്റെ മുഖം. അവിടെ ഭാര്യയും ഭർത്താവെന്നില്ല, മാതാപിതാക്കളും മക്കളെന്നില്ല, യാതൊരു ദാക്ഷിണ്യവും പരസ്പര ബന്ധത്തിൽ പോലും പകർന്ന് നൽകപ്പെടുവാൻ ഇടയാകാതെ വണ്ണം തകർന്ന് തരിപ്പണമാകുന്ന മനുഷ്യൻ്റെ മനസാക്ഷി, ചെന്നായുടെ നടുവിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ള വസ്തുത. ഞാൻ ഈ വാക്കുകൾ സംസാരിക്കുമ്പോൾ അടുത്തിടയ്ക്ക് നടന്ന ഒരു വലിയ പാതകം, ഒരു വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്ന ദമ്പതികളെ, 55-60 വയസ്സ് പ്രായമുള്ള ദമ്പതികളെ വെട്ടിക്കൊന്ന, തലയ്ക്കടിച്ചു കൊന്ന, അതിലൊരു സ്ത്രീ മരിക്കുകയും ഭർത്താവ് മെഡിക്കൽ കോളേജിൽ വളരെ ഗുരുതര അവസ്ഥയിൽ കഴിയുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിൻ്റെ ഏതാണ്ട് 500 മീറ്റർ ഇപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. മോഷണമായിരുന്നു ലക്ഷ്യം. പണം സമ്പാദിക്കുവാൻ വേണ്ടി, പണം സ്വന്തമാക്കുവാൻ വേണ്ടി പരിചയത്തിലുള്ള, സ്നേഹത്തോടിരുന്ന, തനിക്ക് പലപ്പോഴും വെച്ച് വിളമ്പി തന്നിട്ടുള്ള കരങ്ങളെ തകർത്ത് കളഞ്ഞ ഒരു കൊലപാതകം അരങ്ങേറിയ നാട്. എവിടെ നിൽക്കുന്നു മനുഷ്യൻ്റെ മനസാക്ഷി? ചെന്നായാണ്, ചെന്നായുടെ രൂപമാണ്, ചെന്നായുടെ ഭാവമാണ് എല്ലായിടത്തും പ്രകടമാവുക. പ്രിയപ്പെട്ടവരെ, ഈ ലോക്ക്ഡൗൺ കാലത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട, പരാമർശിക്കപ്പെട്ട ഒരു വിഷയമാണ്. എല്ലാവരും വീട്ടിലാണ്. വീട്ടിൽ ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് മനോഹരമായൊരു ദർശനമാണ്. പുറത്തേക്ക് പോയി പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കി വീടിന് പുറത്തുള്ള ബന്ധങ്ങളിൽ ആനന്ദങ്ങളും സന്തോഷങ്ങളും കണ്ടെത്തിയിരുന്ന മനുഷ്യൻ ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ എന്ന നിലയിലേക്ക്, മാതാപിതാക്കൾ എന്നുള്ള നിലയിലേക്ക് ഒതുങ്ങുമ്പോൾ വീടിൻ്റെ മനോഹരത്വമാണ്. പക്ഷെ നമ്മൾ കേട്ടതെന്താണ്? വീട്ടിൽ തമ്മിൽ തല്ലാണ്, വീട് ഭീകരാന്തരീക്ഷമായിട്ട് മാറുകയാണ്, വീട്ടിൽ കൂടെയുള്ളവരെ പൊറുക്കാൻ മേലാത്ത അവസ്ഥയാണ്. നമ്മൾ മനസ്സിലാക്കുന്നു, വീട്ടിലുള്ളവർ പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ് വീട്ടിൽ ഇത്രയെങ്കിലുമൊക്കെ സമാധാനം ഉണ്ടാകുന്നത്. വീട്ടിലുള്ളവർ പുറത്തേക്ക് പോകുന്നത് കൊണ്ട്, ജോലിക്ക് എന്ന് പറഞ്ഞ് വീടിന് പുറത്തേക്ക് ദൈനംദിനം ഓരോരുത്തരും ഇറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് വീട് ഇത്രയും നാൾ ഇത്രയെങ്കിലും സമാധാനത്തോടെ കഴിഞ്ഞത് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഒരുമിച്ച് പാർക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം പ്രകൃതം മാറുകയാണ്, രൂപം മാറുകയാണ്, നമ്മുടെ ഭാവത്തിൽ വ്യത്യാസമാണ്. ചെന്നായുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ ചെന്നായുടെ രൂപത്തിലേക്ക്, ക്രൗര്യഭാവത്തിലേക്ക് നമ്മൾ മാറുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ശിഷ്യന്മാർക്ക് നൽകുന്നതായ നിർദ്ദേശം എന്താണ്? ശിഷ്യത്വത്തിലേക്ക് വരുന്നവർക്ക് നൽകുന്ന ഉപദേശം എന്താണ്? വിശുദ്ധ സഭയുടെ മക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ലഭിക്കുന്ന ആഹ്വാനം എന്താണ്? ചെന്നായുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ എപ്പോഴും ലക്ഷ്യമിടുന്നത് ആടിനെയാണ്. ആടിൻ്റെ രക്തമാണ് ചെന്നായുടെ ആർത്തി, ചെന്നായുടെ ആഗ്രഹം അതിനെക്കുറിച്ചാണ്. എന്നാൽ ചെന്നായ എന്തിനെയാണോ നശിപ്പിക്കുവാനായിട്ട് ഇല്ലാതാക്കി സ്വന്തം സന്തോഷത്തിനും സുഖത്തിനും ആസ്വാദനത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത്, ആ ആടിൻ്റെ വേഷമാണ്, ആടിൻ്റെ രൂപമാണ് നമുക്കുള്ളത് എന്ന് കർത്താവ് പറയുകയാണ്. ചെന്നായുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ പരിതാപകരമായ അവസ്ഥയാണ്. ചെന്നായുടെ നടുവിൽ ആടായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ക്രൂരതയുടെ മുമ്പിൽ ആടിൻ്റെ ശാന്തതയും ആടിൻ്റെ മഹത്വവും വെളിപ്പെടുത്തുന്ന തരത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളിയാണ്. എന്താണ് ആടിൻ്റെ പ്രത്യേകത? യേശുക്രിസ്തുവിനെ യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വേദപുസ്തകം ആടിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും താല്പര്യം
ആടിനെക്കുറിച്ച് തിരുവചനത്തിനുണ്ട്. അതുകൊണ്ട് ആട് എപ്പോഴും ശാന്തതയുടെ പ്രതീകമാണ്, വിനയത്തിൻ്റെ പ്രതീകമാണ്. ഒന്നും പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവൻ്റെ രൂപമായി പ്രതിരൂപമായിട്ട് നിലകൊള്ളുന്ന ജീവിയാണ് ആട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് പറയുമ്പോൾ അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവൻ കൊണ്ടുപോകപ്പെട്ടു, രോമം കത്രിക്കുന്നവൻ്റെ മുമ്പാകെ പെണ്ണാട് പോലെ അവൻ മിണ്ടാതിരുന്നു എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ആടിൻ്റെ സ്വഭാവം അതാണ്. ആടിനൊരിക്കലും ചെന്നായോട് ഏറ്റുമുട്ടാനുള്ള ശേഷിയില്ല എന്ന് പറയുമ്പോൾ ആടിൻ്റെ തനതായ ശൈലി അതല്ല. ആടിന് അത്തരത്തിലുള്ള ഒരാർജവത്വമില്ല. ആടിന് അങ്ങനെ പ്രതികരിക്കാൻ അതിൻ്റെ സ്വാഭാവികതയിൽ സാധിക്കുകയില്ല. അത് ആടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ചില വിശേഷപ്പെട്ട ശൈലിയാണ്, അതിന് ചില സവിശേഷതകൾ അതിൻ്റേതായിട്ടുണ്ട് എന്നുള്ളത് നാം ഓർക്കണം. പക്ഷേ ഈ ചെന്നായുടെ നടുവിൽ കുഞ്ഞാടാവുക എന്ന് പറയുമ്പോൾ അവിടുത്തെ സാധ്യത എന്താണ്? ചെന്നായ അടിച്ച് തകർക്കുന്ന കുഞ്ഞാടിൻ്റെ ജീവിതം, ചെന്നായി കുടിച്ചു തീർക്കുന്ന ആടിൻ്റെ രക്തം, ചെന്നായി നശിപ്പിച്ച് കളയുന്ന, ആടിനെ ഉന്മൂലനം ചെയ്യുന്ന ചെന്നായുടെ അധീശത്വത്തിൻ്റെ, ചെന്നായുടെ വിജയത്തിൻ്റെ അനുഭവം. എന്നാൽ ഇവിടെ യേശു പറയുന്നത് നമുക്കിവിടെ ആടുകളായി ജീവിച്ചേ പറ്റുള്ളൂ. ആടുകളായി ജീവിക്കാൻ, ചെന്നായുടെ മുമ്പിൽ ആടിനെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിന് യേശു പറയുന്ന മാർഗം എന്താണ്? ആട് ചെന്നായുടെ കരുത്തിലേക്ക് വരിക എന്നുള്ളതല്ല, ആട് ചെന്നായുടെ ക്രൂരഭാവത്തിലേക്ക് വരിക എന്നുള്ളതല്ല, ആട് ചെന്നായുടെ ഈ ആർത്തിയുടെയും ആക്രോശത്തിൻ്റെ അനുഭവങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളതല്ല. ആടിന് ആടായിട്ട് തന്നെ ജീവിച്ചേ മതിയാവുകയുള്ളൂ. അത് ചെന്നായുടെ നടുവിൽ എങ്ങനെ ആടിന് ജീവിക്കാം? ഇതാണ് ചോദ്യം. ചെന്നായുടെ നടുവിൽ എങ്ങനെ ആടിന് ജീവിക്കാം? ലോകത്തിൻ്റെ ക്രൂരമുഖങ്ങളുടെ മുമ്പിൽ ആടിന് കഴിഞ്ഞുകൂടിയേ പറ്റുള്ളൂ. ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആടിന് ഒളിക്കാനായിട്ടൊക്കില്ല, ലോകത്ത് നിന്ന് പിൻവാങ്ങാനൊക്കില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവം നൽകിയ ജന്മമാണ്, ആടിനിവിടെ ജീവിച്ചേ മതിയാകുകയുള്ളൂ. ചെന്നായൊരു യാഥാർത്ഥ്യമാണെങ്കിലും ആടിനിവിടെ ജീവിച്ചേ പറ്റുള്ളൂ. അതിന് യേശു പറഞ്ഞു കൊടുക്കുന്ന പ്രായോഗികമായ നിർദ്ദേശമാണ് ചെന്നായുടെ നടുവിൽ വിജയിക്കുവാൻ, ചെന്നായുടെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ, ചെന്നായുടെ നടുവിൽ ജീവിക്കുവാൻ ആടിന് നൽകുന്ന നിർദ്ദേശമാണ് നീ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവനായിരിക്കണമെന്ന്. പാമ്പിനെ പോലെ ബുദ്ധി. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവ ഉണ്ടാക്കിയ സകല ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. ദൈവ സൃഷ്ടിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവി എന്ന് പറയുന്നത് പാമ്പാണ് എന്ന് വിശുദ്ധ വചനം സാക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആദമും ഹൗവയും ഏദൻ തോട്ടത്തിൻ്റെ മനോഹരമായ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ കൂട്ടായ്മയെ ആസ്വദിച്ച മാലാഖമാരേക്കാൾ ഉന്നതമായ പദവി അലങ്കരിച്ച് വിരാജിക്കുമ്പോൾ അവരെ വീഴിക്കുവാൻ സാത്താൻ കണ്ടെത്തിയ മാർഗം പാമ്പിനെ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. അതായത് മനുഷ്യൻ്റെ എല്ലാ ശ്രേഷ്ഠതകളെയും ബുദ്ധിയുടെ മാർഗത്തിൽ അടിച്ച് തകർക്കുവാൻ, ഇല്ലാതാക്കുവാൻ, നിഷ്പ്രഭമാക്കുവാൻ സാത്താൻ കണ്ടെത്തിയ മാർഗം പാമ്പിനെ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് പാമ്പ് ഹൗവായുടെ അടുക്കൽ ചെന്നു. നമ്മൾ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ ചെന്നു എന്ന വിശേഷണമായിട്ട് പറയാറുണ്ട്. എങ്കിലും സത്യത്തിൽ പാമ്പിൻ്റെ രൂപത്തിൽ ചെല്ലുക എന്ന് പറയുന്നതിനേക്കാൾ പാമ്പിലൂടെ സാത്താൻ പ്രവർത്തിക്കുകയാണ്. പാമ്പിൻ്റെ കൗശലമാണ് മനുഷ്യനെ വീഴിക്കുവാൻ സാത്താൻ ഉപയോഗിച്ച മാർഗം. പാമ്പിൻ്റെ ബുദ്ധിയാണ് സാത്താൻ ഉപയോഗിച്ചത്. അതിനകത്ത് ഹൗവായുടെ അടി തെറ്റി, അതിൽ ആദം വീണുപോയി. മനുഷ്യവർഗം ഏദൻ്റെ മനോഹരത്വത്തിൽ നിന്ന് അപ്പാടെ അധപ്പതിച്ചു പോയി. നമുക്കറിയാം, ഇന്നും സുഖത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനെ തകർത്ത് കളയുവാൻ പിശാചൊരുക്കുന്ന ചില കുൽസിതമായ മാർഗങ്ങളുണ്ട്, ചില ബുദ്ധിയുടെ പ്രയോഗങ്ങളുണ്ട്. ആ ഏദൻ തോട്ടത്തിൽ ഹൗവയെ സർപ്പം വഞ്ചിച്ചതുപോലെ വേദപുസ്തകം പറയുന്നത് അത്തരത്തിലാണ് ഇന്നും മനുഷ്യനെ അവൻ്റെ സുഖങ്ങളിൽ നിന്ന്, സമാധാനത്തിൽ നിന്ന് നശിപ്പിച്ച് കളയുന്ന, തള്ളിയിട്ട് കളയുന്ന പൈശാചികമായ തന്ത്രങ്ങൾ. ഞാനിവിടെ ഓർക്കുന്നത്, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാകണം എന്ന് പറയുമ്പോൾ ഏദൻ തോട്ടത്തിൽ പാമ്പിനെ സാത്താൻ ഉപയോഗിച്ചതിനെക്കുറിച്ചല്ല യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് പാമ്പ് ബുദ്ധിയുള്ള ജീവിയാണ്.
പാമ്പിൻ്റെ ബുദ്ധി എന്താണ്? പാമ്പ് സ്വയരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ബുദ്ധി സൂക്ഷ്മതയോടെ ഉപയോഗിക്കുന്ന ജീവിയാണ്. പാമ്പിനെ നമ്മളാരും സാധാരണഗതിയിൽ പാമ്പിൻ്റെ യാത്ര എന്ന് പറയുന്നത് വളഞ്ഞ വഴിയിലൂടെയാണ്. നേരെ ഒരിക്കലും പാമ്പ് യാത്ര ചെയ്യാറില്ല. പാമ്പിൻ്റെ നോട്ടം, പാമ്പിൻ്റെ ദൃഷ്ടി വളരെ സൂക്ഷ്മതയുള്ളതാണ്. എതിരെയുള്ള ആക്രമണങ്ങളെ, എതിരുകളെ സൂക്ഷ്മതയോടെ തിരിച്ചറിഞ്ഞ് ഒഴിഞ്ഞു പോകുവാനായിട്ടുള്ള പാമ്പിൻ്റെ വൈഭവം എന്ന് പറയുന്നത് മറ്റ് ജീവജാലങ്ങളെക്കാൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അപ്പം സ്വയരക്ഷയ്ക്ക് വേണ്ടി പാമ്പ് ഉപയോഗിക്കുന്ന ബുദ്ധി, പാമ്പ് പിടുത്തക്കാർ പോലും പറയുന്നത് പാമ്പിനെ ദ്രോഹിച്ചെങ്കിലേ അത് കടിക്കുകയുള്ളൂ. അറിഞ്ഞോ അറിയാതെയോ പാമ്പിന് നോവുന്നത് കൊണ്ടാണ് പാമ്പ് ആളുകളെ കടിക്കുന്നത്, അല്ലെങ്കിൽ പാമ്പ് ഉപദ്രവിക്കുകയില്ല എന്നുള്ളതാണ് അവരുടെ പോലും ഭാഷ്യം. ഈ അടുത്ത സമയം കേരളം നടുങ്ങിയ ഒരു കൊലപാതകം പാമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ഒന്നല്ല ഒന്നിലധികം തവണ പരിശ്രമിച്ച് തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ഒരു സ്ത്രീ ഇല്ലാതാക്കപ്പെട്ട മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. അതിന് പാമ്പിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ തലച്ചോറ്, പണം കൊടുത്ത് വിഷമുള്ള കടിക്കുന്ന പാമ്പിനെ വാങ്ങിക്കുന്ന, അതിന് തയ്യാറാകുന്ന മനുഷ്യൻ്റെ ക്രൂരമായ ഭാവം വാക്കുകൾക്ക് വിശദീകരിക്കാനായിട്ടൊക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, പാമ്പ് ആരെയും സ്വമേധയാ ഉപദ്രവിക്കുന്നില്ല. പാമ്പ് സ്വയരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ബുദ്ധി ഉപയോഗിക്കുകയും തൻ്റെ ബുദ്ധി കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് ഉള്ളത്. പാമ്പിൻ്റെ ബുദ്ധിയാണ് പാമ്പിൻ്റെ ജീവിതത്തിൻ്റെ, പാമ്പിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായിട്ട് നാം കാണുക. അപ്പോൾ കുഞ്ഞാടിനെ പോലെ അയക്കപ്പെടുന്നവർക്ക് പാമ്പിൻ്റെ ബുദ്ധി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ, സുവിശേഷത്തിനായി നിയോഗിക്കപ്പെടുന്നവർ, ഈ ലോകത്തിലേക്ക് ശിഷ്യന്മാരായിട്ട് അയക്കപ്പെടുന്നവർ, ക്രിസ്തീയ ജീവിതത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർ, അവർ ബുദ്ധി കൊണ്ട് നേരിടേണ്ടി വരുന്ന പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ സൂക്ഷ്മതയുള്ളവരായിരിക്കണമെന്ന് യേശു ഓർമ്മപ്പെടുത്തുക. അബദ്ധങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവരായിട്ടല്ല, സുവിശേഷത്തിൻ്റെ പേരിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നവരായിട്ടല്ല, സുവിശേഷത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ടല്ല, മറിച്ച് സുവിശേഷമെന്ന ദൗത്യം നിർവഹിക്കുമ്പോൾ തന്നെ അത് പാമ്പിൻ്റെ ബുദ്ധിയോടെ തൻ്റെ നിലനിൽപ്പിന്, സുവിശേഷത്തിൻ്റെ നിലനിൽപ്പിനും തൻ്റെ സുരക്ഷിതത്വത്തിനും ഉതകുന്ന ബുദ്ധിയുടെ മാർഗത്തെ അവലംബിച്ചു വേണം എന്ന് യേശുതമ്പുരാൻ ഇവിടെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, പാമ്പിൻ്റെ ബുദ്ധി പലപ്പോഴും നമുക്കറിയാം, ബുദ്ധി രാക്ഷസന്മാരുടെ ഒരു കാലമാണിത്. അത്യാധുനിക സംവിധാനങ്ങൾ, ഇന്നത്തെ ലോകത്തിൻ്റെ പുരോഗതിയുടെ സ്ഥിതിവിശേഷം കണക്കിലെടുക്കുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് അപ്രമേയമാണ്. വേദപുസ്തക ഭാഗങ്ങൾ ഒക്കെ പറയുന്ന തലത്തിൽ ആകാശത്തിൽ കൂടുകൂട്ടുവാൻ വേണ്ടി മനുഷ്യൻ വ്യഗ്രതയോടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഗ്രഹങ്ങളെക്കുറിച്ച്, സൗരയൂഥത്തെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഏതാണ്ട് 15-20 വർഷം മുമ്പത്തെ ധാരണകളൊക്കെ അപ്പാടെ മാറി. ഈ ലോകത്തിൽ ജീവിക്കുന്നത് പോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളിലും ജീവിക്കാമെന്നുള്ള ധാരണയിലേക്ക് മനുഷ്യനെത്തി. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന മനുഷ്യൻ്റെ ബുദ്ധി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാധാരണക്കാരനും, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തയാൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ മൊബൈൽ ഫോൺ സംവിധാനത്തിലൂടെ ലോകത്തിൻ്റെ മുഴുവൻ അറിവുകളെയും തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കുവാൻ കഴിയുന്ന, പുസ്തകങ്ങൾ നോക്കിപ്പോകേണ്ട, ഗ്രന്ഥശാലകൾ നോക്കിപ്പോകേണ്ട, വായിക്കുവാൻ വേണ്ടി സമയം മെനക്കെടേണ്ട, അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി പോകേണ്ട, വിരൽത്തുമ്പിനുള്ളിൽ എല്ലാം ലഭ്യമാകുന്ന സുലഭവും സുന്ദരവുമായ സൗഭാഗ്യകരമായ ജീവിത സാഹചര്യം. മനുഷ്യൻ്റെ ബുദ്ധി അതിർത്തികൾക്കപ്പുറത്തേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എല്ലാ മേഖലകളിലും മനുഷ്യൻ ബുദ്ധി ഉപയോഗിക്കാറുണ്ട്. ശാസ്ത്രീയമായ മേഖലകളിലുള്ള ബുദ്ധി നമുക്കറിയാം. ഈ ബുദ്ധി രാജ്യത്തിൻ്റെ ഗുണത്തിനും മനുഷ്യൻ്റെ നന്മയ്ക്കും ലോകത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി ഒരു വിഭാഗം ഉപയോഗിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഭീകരന്മാരെന്നും രാജ്യദ്രോഹികളെന്നും ഒക്കെ പറഞ്ഞ് മുദ്രകുത്തപ്പെടുന്ന ആളുകൾ നശീകരണത്തിനും അവരുടെ കുൽസിതമായ സാമ്രാജ്യങ്ങൾ വളർത്തിയെടുക്കുവാനും അവരുടെ നിലപാടുകൾ ഉറപ്പിക്കുവാനും വേണ്ടി അവർ ശാസ്ത്രീയമായ പുരോഗതിയെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതി. ബുദ്ധി അതിൻ്റെ വളഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ബുദ്ധി അതിൻ്റെ
തെറ്റായ മാർഗത്തിലൂടെ പ്രയാണം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ശലോമോൻ പറയുന്നുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. എല്ലാ ബുദ്ധിയുടെയും എല്ലാ അറിവിൻ്റെയും അടിസ്ഥാനം ദൈവമാണെങ്കിലും മനുഷ്യൻ ദൈവം തന്ന ബുദ്ധിയെ തലതിരിഞ്ഞ മാർഗങ്ങളിലേക്ക് ഉപയോഗിക്കും. ഇന്നത്തെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ മനുഷ്യൻ നന്മയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്, തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബുദ്ധിയുടെ തലതിരിഞ്ഞ പ്രയോഗം നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഈ ബുദ്ധി എന്ന് പറയുന്ന മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ കരുത്ത് നിഷ്പ്രഭമാകുവാൻ, ഇല്ലാതാകുവാൻ നിമിഷങ്ങൾ മതി. നമുക്കറിയാം, മാനസികമായ ഒരു സമനില, മനസ്സിൻ്റെ സമനില തെറ്റിയാൽ ഈ ബുദ്ധിയൊന്നും ഉപയോഗിക്കുവാനേ സാധ്യമാവുകയില്ല. പല ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്, വളരെ മിടുക്കന്മാരായി നല്ല നിലയിൽ വിദ്യാഭ്യാസം ചെയ്ത ഉന്നതമായ റാങ്കോടെ പാസ്സായവർ മാനസികമായ സ്ഥിതിയിൽ സമനില തെറ്റി ബുദ്ധിഭ്രമമായി ഒന്നും ചെയ്യുവാൻ നിർവാഹമില്ലാത്തവരെ പോലെ യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ഥിതിവിശേഷം. സങ്കടം തോന്നിയിട്ടുണ്ട്. 10-40 വർഷം മുമ്പ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഉന്നതമായ ബിരുദം പാസ്സായി കഴിഞ്ഞിട്ട് ഇന്ന് വഴിയെ തെക്കും വടക്കും നടക്കേണ്ടി വരുന്ന പരിതാപകരമായ ജീവിതത്തിൻ്റെ ഉടമകളായ ചെറുപ്പക്കാരെക്കുറിച്ച് ഒരാളെ എനിക്ക് പ്രത്യേകം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത്. ബുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഒരു നിമിഷം അതിൻ്റെ താളം തെറ്റിയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മൾ അധപ്പതിക്കും. അതുകൊണ്ട് യേശു പറയുന്നത് പാമ്പിൻ്റെ ബുദ്ധി വേണം. പക്ഷേ പാമ്പിൻ്റെ ബുദ്ധി നശീകരണത്തിലേക്ക് നയിക്കുന്ന കുബുദ്ധിയല്ല. പാമ്പിൻ്റെ ബുദ്ധി മറ്റുള്ളവരെ ഇല്ലാതാക്കുന്ന വക്രതയുടെയും വഞ്ചനയുടെയും ബുദ്ധിയല്ല. പാമ്പിൻ്റെ ബുദ്ധി ഈ ലോകത്തിന് വേദന സമ്മാനിക്കുന്ന സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള ബുദ്ധിയല്ല. പാമ്പിൻ്റെ ബുദ്ധി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ പ്രാവിൻ്റെ നിഷ്കളങ്കതയിൽ അധിഷ്ഠിതമായിരിക്കണം ആ ബുദ്ധി. പ്രാവിൻ്റെ നിഷ്കളങ്കതയിൽ അധിഷ്ഠിതമായ പാമ്പിൻ്റെ ബുദ്ധി. എത്ര മനോഹരമായിട്ടാണ് കർത്താവ് അതിനെ കോർത്തിണക്കുന്നത്. പാമ്പിൻ്റെ ബുദ്ധി വേണം. ഇല്ലെങ്കിൽ നീ സുവിശേഷവുമായിട്ട് പോകുമ്പോൾ നശിക്കാൻ സാധ്യതയുണ്ടാകും, സുവിശേഷത്തിന് കേട് സംഭവിക്കാൻ സാധ്യതയുണ്ടാകും, നിനക്ക് ഹേമദണ്ഡങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാമ്പിൻ്റെ ബുദ്ധിയോടെ വേണം നിൻ്റെ സുവിശേഷ പ്രചരണത്തിൽ പ്രതിസന്ധികളുണ്ടാകാതെ, നിനക്ക് നാശം ഭവിക്കാതെ സൂക്ഷിച്ചു മുന്നേറുവാനായിട്ട് നീ പാമ്പിൻ്റെ ബുദ്ധി എടുക്കണം. എന്നാൽ പാമ്പിൻ്റെ ബുദ്ധിയെ സ്വീകരിക്കുമ്പോൾ പ്രാവിൻ്റെ നിഷ്കളങ്കത നീ കൈവിടാൻ പാടില്ല. നമ്മൾ സാധാരണ നമ്മുടെ ദൈനംദിന സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കുന്തം വിഴുങ്ങണം, വിലങ്ങനെ വിഴുങ്ങണം എന്ന് പറയുന്ന ഒരു അപ്രായോഗികത. പക്ഷേ ഇവിടെ ക്രിസ്തു ഇതിനൊരു പ്രായോഗിക തലം കൊടുക്കുകയാണ്. എന്താ? പാമ്പിൻ്റെ ബുദ്ധി പ്രാവിൻ്റെ നിഷ്കളങ്കതയിൽ അധിഷ്ഠിതം ആയിരിക്കണം. സഹോദരങ്ങളെ, ഈ ബുദ്ധിക്ക് കർത്താവ് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ബുദ്ധിക്ക് കർത്താവ് ഒരു അതിർവരമ്പ് നിശ്ചയിക്കുകയാണ്. ഏത് തരത്തിലും ബുദ്ധി ഉപയോഗിക്കാനല്ല, ഏത് തരത്തിലും ബുദ്ധി പ്രയോഗിക്കാനായിട്ടല്ലേ. കഴിഞ്ഞ ദിവസം ഇന്ത്യ ചൈന അതിർത്തിയിലുണ്ടായ തർക്കം ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്നതും ആശങ്കയിലാഴ്ത്തുന്നതുമാണ്. കൊറോണ പോലെയുള്ള ഒരു വലിയ വിപത്തിൻ്റെ നടുവിൽ ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായ ആക്രമണം, അത് ഒരു ബുദ്ധിയുടെ അല്ലെങ്കിൽ ഒരു തന്ത്രത്തിൻ്റെ അനന്തരഫലമാണ്. അത് വഞ്ചനയാണ്, ചതിയാണ് എന്ന് ഇന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സംസാരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതൊരു ബുദ്ധിയാണ്. എന്താ? അപ്രതീക്ഷിതമായ ആക്രമണം. വെടിയുതിർക്കുവാൻ ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയാത്തിടത്ത് ആയുധങ്ങളല്ലാത്തതുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ആണികൾ തറച്ച പലക കഷണങ്ങളുമായി ബാറ്റുമൊക്കെയായിട്ട് ഏറ്റുമുട്ടുന്ന, പറഞ്ഞു വരുമ്പോൾ നിബന്ധനകൾ പാലിച്ചു എന്ന് തോന്നുകയും അതേസമയത്ത് ആക്രമണം വളരെ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ ഉതിർക്കുകയും ചെയ്യുന്ന ഒരു ശൈലി ബുദ്ധിയാണ്. പക്ഷേ തന്ത്രമാണ്. പക്ഷേ അത് കാപട്യത്തിൻ്റെ, പൈശാചികതയുടെ, മൃഗീയതയുടെ പ്രതീകമാണ്. നമുക്കൊന്ന് ഊഹിച്ചെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇന്ന് പത്രത്തിൽ അല്ല സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ച കമ്പിയിൽ തറച്ചിരിക്കുന്ന ആണികൾ കണ്ടപ്പോൾ മനസ്സ് തകർന്നുപോയി. അത്തരത്തിലുള്ള ആണികൾ തറച്ച പലക കൊണ്ട് ഒരാളുടെ ദേഹം അടിച്ച് കീറിയാൽ നമ്മുടെ കർത്താവ് അനുഭവിച്ചതുപോലുള്ള, കാൽവറിയിൽ അവൻ്റെ ശരീരം ഉഴവ് ചാലുപോലെ കീറപ്പെട്ടു എന്ന് പറയുന്നത് പോലുള്ള ആക്രമണമാണ് ഇന്ത്യക്ക് വേണ്ടി, നമുക്ക് വേണ്ടി
നമ്മുടെ സേനാംഗങ്ങൾ ഏറ്റുവാങ്ങിയത്. ഇത്തരുണത്തിൽ ധീര ജവാന്മാരെ ഒരു നിമിഷം സ്മരിക്കുകയാണ്, അവരുടെ കുടുംബങ്ങളെ ഓർക്കുകയാണ്. അവർ കഷ്ടപ്പെട്ട, അവരെന്തിനു വേണ്ടി നിലകൊണ്ടോ ആ രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, പ്രാവിൻ്റെ നിഷ്കളങ്കതയിൽ അധിഷ്ഠിതമായിട്ടുള്ള പാമ്പിൻ്റെ ബുദ്ധി. അപ്പോൾ പാമ്പിൻ്റെ ബുദ്ധിക്ക് അതിർവരമ്പ് ലംഘിക്കാനൊക്കില്ല. പാമ്പിൻ്റെ ബുദ്ധിക്ക് ഏതു വഴിയിലൂടെ യാത്ര ചെയ്യാനൊക്കില്ല. മറിച്ച് നിബന്ധനയുണ്ട്. എന്താണ്? പ്രാവിൻ്റെ നിഷ്കളങ്കതയിൽ അധിഷ്ഠിതമാകണം. 4 ജീവികളാണ് ഇവിടെ പരാമർശിക്കപ്പെടുക. 1 ചെന്നായ്, 2 ആട്, 3 പാമ്പ്, 4 പ്രാവ്. യേശുക്രിസ്തുവിൻ്റെ മാമോദീസായുടെ സമയത്ത് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ആവസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ കടന്നു വരുന്നത് യോഹന്നാൻ സ്നാപകൻ കണ്ടു. എങ്ങനെയാണ് യോഹന്നാൻ കണ്ടത്? പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ആവസിക്കുന്നത് കണ്ടു. യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് നീ കാണുന്നുവോ, അവനാകുന്നു യഥാർത്ഥത്തിലുള്ള മശിഹ. അപ്പോൾ ആത്മാവിനെ കാണാനൊക്കില്ല. ആത്മാവ് നഗ്ന നേത്രങ്ങൾക്ക് അദൃശ്യനാണ്. അതുകൊണ്ടാണല്ലോ ആത്മാവ് എന്നുള്ള പദം ഉപയോഗിക്കുക. എന്നാൽ സ്നാനം കഴിപ്പിക്കുവാനായിട്ട് കടന്നു വന്നവനും യേശുവിനെ വിരൽ ചൂണ്ടി ഇവൻ സാക്ഷാൽ ഇവനാണ് മെസ്സിഹ എന്ന് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ചൂണ്ടിക്കാണിക്കുവാനും നിയോഗിതനായിട്ടുള്ള പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകനായ യോഹന്നാന് തൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ആത്മാവിനെ കാണുവാൻ ആത്മാവ് രൂപമെടുത്തു. അത് പ്രാവിൻ്റെ രൂപമാണ്. ആ സമയത്തേക്ക് മാത്രമാണ് ആത്മാവ് ആ രൂപത്തിൽ വന്നത്. പക്ഷേ ഒരു നിമിഷത്തേക്ക് ആത്മാവ് ഒരു ജീവിയുടെ രൂപമെടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രാവിൻ്റെ രൂപമാണ്. അപ്പോൾ നമുക്ക് ഓർക്കാവുന്നതാണ്, വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രാവിനുള്ള സ്ഥാനം എത്രയാണ്. ത്രിയേക ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ ജീവികളെക്കാളും പ്രാവിൻ്റെ ശ്രേഷ്ഠത എന്താണ്? പ്രാവിൻ്റെ ഔന്നത്യം എന്താണ്? ദൈവം ഏറ്റവും വിശുദ്ധിയോടെ കണക്കാക്കുന്ന ഒരു ജീവി. ദൈവം പരിശുദ്ധാത്മാവിനൊരു രൂപം നൽകുവാൻ ആഗ്രഹിച്ചാൽ അത് പ്രാവിൻ്റെ രൂപമാകും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ട് മറ്റ് യാതൊരു വിശദീകരണങ്ങളും ആവശ്യമില്ല. എന്തൊക്കെയാണോ പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ലോകം പഠിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് അതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ജീവിയാണ് പ്രാവ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് യേശു പറയുന്നത് പ്രാവിൻ്റെ നിഷ്കളങ്കതയെക്കുറിച്ച്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപം സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് വ്യക്തമാണ്. പ്രാവിൻ്റെ നിഷ്കളങ്കതയാണ്. പ്രാവിന് ബുദ്ധിയുണ്ടെന്ന് വേദപുസ്തകം പറയുന്നില്ല, അല്ലെങ്കിൽ പാമ്പിനെ പോലെ ബുദ്ധിയുണ്ടെന്ന് പറയുന്നില്ല. പ്രാവിന് മറ്റെന്തെങ്കിലും കഴിവുകളോ സിദ്ധികളോ കാര്യമായിട്ടുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ പ്രാവ് പരിഗണിക്കപ്പെടുന്നത് അതിൻ്റെ നിഷ്കളങ്കതയുടെ പേരിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പല പേരുകളിൽ പരിഗണിക്കപ്പെട്ടേക്കാം, പല പേരുകളിൽ അറിയപ്പെട്ടേക്കാം, പ്രസിദ്ധരായേക്കാം, പല പേരുകളിൽ ലോകം നമ്മളെ മാനിച്ചേക്കാം. പക്ഷേ അതിലെല്ലാം ഉപരിയാണ് ഈ പേര് അല്ലെങ്കിൽ ഈ സ്വഭാവം. പ്രാവ് എന്ന പേരിൽ നിഷ്കളങ്കതയുടെ പ്രതീകമായി. അതുകൊണ്ടാണ് മാടപ്രാവ് എന്നൊക്കെ നമ്മൾ പറയുന്ന, മാടപ്രാവ് കുറുകുന്നത് പോലെ എന്നൊക്കെ വേദപുസ്തകത്തിൽ വളരെ വളരെ സിമ്പതിയോടുകൂടെ നമ്മൾ ഓർക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പ്രാവിൻ്റെ നിഷ്കളങ്കത എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശൈലിയാണത്. യേശു പറയുക, പാമ്പിൻ്റെ ബുദ്ധിയും പ്രാവിൻ്റെ നിഷ്കളങ്കതയും നിങ്ങൾ സ്വീകരിക്കണം എന്ന്. പ്രിയപ്പെട്ടവരെ, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ തടി കേടാകാതെ നോക്കുവാൻ, താൻ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് വിഘാതങ്ങളോ എതിർപ്പുകളോ വരാതെ നോക്കൂ. ഇത് രണ്ടുമുണ്ടാകും. സ്വന്തം ജീവൻ അപകടത്തിലാകാതെ നോക്കാനും താൻ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഭംഗം വരാതിരിക്കുവാനും നിങ്ങൾ സ്വീകരിക്കേണ്ട പ്രായോഗിക ശൈലി എന്ന് പറയുന്നത് പാമ്പിൻ്റെ ബുദ്ധിയും പ്രാവിൻ്റെ നിഷ്കളങ്കതയും. കാരണം നിങ്ങൾ കുഞ്ഞാടാണ്, ചെന്നായുടെ നടുവിലാണ് നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. വളരെ റഫായിട്ടുള്ള, വളരെ പരുക്കനായിട്ടുള്ള ആളുകളുടെ മുമ്പിലേക്കാണ് നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാവിൻ്റെയും പാമ്പിൻ്റെയും സ്വഭാവത്തെ നിങ്ങളിൽ ഏകീകരിക്കണം. അതിൽ പാമ്പിൻ്റെ ബുദ്ധിയും പ്രാവിൻ്റെ നിഷ്കളങ്കതയും ഉണ്ടാകണം. ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ഓർക്കുകയാണ്, യേശുക്രിസ്തുവിൽ ഇത് വളരെ ഭംഗിയായി പ്രതിഫലിക്കുന്നു എന്നുള്ളത് നാം കാണേണ്ട വസ്തുതയാണ്. യേശുവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ ആയിട്ട് യേശു പഠിപ്പിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ പരീശന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വിശുദ്ധ
ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ യേശുവിനോട് അവർ ചോദിക്കുന്ന ചോദ്യം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്നുള്ളതാണ്. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? റോമിൻ്റെ കീഴിലാണ് യഹൂദന്മാർ. റോമിൻ്റെ കീഴിലുള്ള ഗവർണറാണ് പൊന്തിയോസ് പീലാത്തോസ്. യേശുവിനെ പിടിക്കുവാൻ എന്തെങ്കിലും മാർഗങ്ങൾ അന്വേഷിച്ചുള്ള കടന്നുവരവാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ചോദ്യം സീസർ, റോമിൻ്റെ ചക്രവർത്തിയായിരിക്കുന്ന സീസർക്കാണ് യഹൂദന്മാർ കരം കൊടുക്കേണ്ടത്. ആ കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്നുള്ള ചോദ്യത്തിനൊരു മറുപടി കിട്ടണം. വിശുദ്ധ മത്തായി 22-ാം അധ്യായത്തിൽ യേശു കരം കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവൻ രാജ്യദ്രോഹിയാകും. കരം കൊടുക്കുന്നത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അവൻ യഹൂദന്മാർക്ക് വിരുദ്ധനാകും. അപ്പോൾ ഒന്നുകിൽ ക്രിസ്തുവിനെ രാജ്യദ്രോഹിയാക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിനെ യഹൂദന്മാർക്ക് വിരുദ്ധനാക്കുക. ബുദ്ധിപൂർവമായ സമീപനമാണ്. യേശു പറഞ്ഞു, ഒരു നാണയം കൊണ്ടുവാ, അതിൻ്റെ മേലെഴുത്ത് നോക്കട്ടെ. മേലെഴുത്തിനകത്ത് കൈസറുടെ മേലെഴുത്താണ്. യേശു പറയുന്നു, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. എത്ര സുന്ദരമായിട്ടാണ് ആ പ്രതിസന്ധിയെ യേശു അതിജീവിക്കുന്നത്. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ പെട്ടുപോയേനെ. ഒന്നുകിൽ യഹൂദന്മാരോട് ചേർന്ന ഒരു വിപ്ലവകാരിയായിട്ട് മാറുക, അല്ലെങ്കിൽ സീസർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് യഹൂദന്മാരുടെ ഇടയിൽ ഒറ്റപ്പെട്ടവനായിട്ട് മാറുക. യെസ് ഓർ നോ എന്ന ക്വസ്റ്റ്യൻ യേശു നേരിട്ടത് വളരെ വ്യക്തമായ ചിന്തയോടെയാണ്. മറ്റൊരിടത്ത് ഒരു പാപിയായ സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് യഹൂദന്മാർ, പരീശന്മാർ പറഞ്ഞു, ന്യായപ്രമാണത്തിൽ ഇവൾ ന്യായപ്രമാണം അനുസരിച്ച് ഇവൾ വേശ്യയാണ്, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. ഒരു സ്ത്രീ തൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആരുമില്ലാത്തവൾ, എല്ലാവരും അവൾക്ക് എതിരാണ്. ലോകം മുഴുവൻ അവൾക്കെതിരാണ്. ലോകം മുഴുവൻ അവൾക്കെതിര് നിൽക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ്. അവളെ സഹായിക്കുവാൻ ആർക്കും കഴിയാത്ത സ്ഥിതി. പ്രിയപ്പെട്ടവരെ, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന വാക്കാണ് അവരുപയോഗിക്കുന്നത്. ശരിയാണ്, ന്യായപ്രമാണം അങ്ങനെ പറയുക. പക്ഷേ യേശു പറഞ്ഞ വാക്കെന്താണ്? പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. എത്ര വിദഗ്ധമായിട്ടാണ് യേശു അവരിൽ നിന്ന് ന്യായപ്രമാണത്തിൻ്റെ പിന്തുണയോടുകൂടെ യേശുവിനെ, ഈ സ്ത്രീയെ ഉപദ്രവിക്കുവാൻ വന്നവരിൽ നിന്ന് അവളെ രക്ഷിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇത് യേശുവിൻ്റെ ജീവിതത്തെ കാണുന്ന ബുദ്ധിയുടെ ശൈലിയാണ്. പാമ്പിനെ പോലെ കൂർമ്മ ബുദ്ധിയോടുകൂടെ പരീശന്മാരുടെ ചോദ്യത്തെ, യഹൂദന്മാരുടെ എതിർപ്പുകളെ യേശു നേരിട്ടു. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? യേശു പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിക്കാം. യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ പ്രതിസന്ധിയിലായി. അവർ പറഞ്ഞു, അറിയുന്നില്ല. യേശു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും പറയുന്നില്ല. ഓരോ സിറ്റുവേഷൻ നമ്മൾ പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് യേശു നേരിടുന്നത്? വളരെ പ്രകോപിതമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ യേശുവിനെ അകപ്പെടുത്തിയിട്ടും വളരെ വിദഗ്ധമായി അതിനെ അതിജീവിക്കും. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ബുദ്ധിയുടെ മാർഗം നമുക്ക് കാണിച്ചു തരുന്ന മനോഹരമായ ശൈലിയുണ്ടാകും. പൗലോസാണ് ഏറ്റവും തീഷ്ണതയോടുകൂടെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ശരിക്കും ഒരു വിപ്ലവം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു പൗലോസിൽ നമ്മൾ കാണുന്നത്. എന്നാൽ പൗലോസിൻ്റെ പ്രവർത്തന ശൈലി എങ്ങനെയാണ്? പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ രീതി എന്താണ്? എന്നെ വളരെ ആകർഷിച്ചതാണ് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 16-ാം വാക്യത്തിൽ മുതലുള്ള പൗലോസിൻ്റെ പ്രസംഗം. അഥേന എന്ന് പറയുന്ന സ്ഥലത്ത്, ഏഥൻസിൽ പൗലോസ് ചെല്ലാനിടയായി. വളരെ യാദൃച്ഛികമായിട്ടുള്ള ഒരു യാത്രയാണ്. ഏഥൻസ് എന്ന് പറയുന്നത് തത്വചിന്തയുടെ ഈറ്റില്ലമാണ്. ഫിലോസഫിക്ക് അടിത്തറ പാകിയ സ്ഥലമാണ്. അരിസ്റ്റോട്ടിലിൻ്റെയും സോക്രട്ടീസിൻ്റെയും പ്ലേറ്റോയുടെയും ഒക്കെ തട്ടകം എന്ന് പറയാവുന്ന ഏഥൻസ്. അവിടേക്കാണ് വിജ്ഞാനിയായിരിക്കുന്ന പൗലൂസ്, ക്രിസ്തുവിലായ പൗലൂസിൻ്റെ കടന്നുവരവ്. പൗലൂസിൻ്റെ പ്രസംഗം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ പട്ടണത്തെ ചുറ്റുനോക്കുമ്പോൾ ഒരുപാട് ദേവന്മാരെ ഞാൻ പരിചയപ്പെട്ടു. എല്ലാ ദൈവങ്ങൾക്കും നിങ്ങൾ പേരിട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവവിശ്വാസത്തിൽ അത്ഭുതപ്പെടുന്നു. ഞാൻ നിങ്ങളെ അങ്ങേയറ്റം പ്രശംസിക്കുന്നു. എന്നിട്ട് പൗലോസ് പറയാണ്, നിങ്ങൾ പേരെഴുതാത്ത ഒരു അൺനോൺ ഗോഡ് ഉണ്ടല്ലോ, അജ്ഞാത ദേവൻ, ആ ദൈവത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ അജ്ഞാത ദേവൻ ആരാണെന്ന് അവർക്ക് പരിചയപ്പെടുത്തി.
വളരെ ജിജ്ഞാസയോടെ അവരിത് കേട്ടിരുന്നു. ഏറ്റവും അവസാനം പൗലോസ് കൊണ്ട് സ്ഥാപിക്കുന്നത് നിങ്ങൾ കണ്ട എല്ലാ ദൈവങ്ങൾക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന നസ്രയനായ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന നസ്രയനായ യേശുവാണ് നിങ്ങൾ അറിയാതെ ആരാധിച്ചവനെന്ന് പറഞ്ഞപ്പോൾ അഥേനയിലുള്ള ആളുകൾ പൗലൂസിൻ്റെ കൂടെ കൂടുകയാണ്. അഥേനക്കാരെ വെറുപ്പിച്ചുകൊണ്ടല്ല, അഥേനക്കാരുടെ വിഗ്രഹാരാധനയെ വിമർശിച്ചുകൊണ്ടല്ല, അഥേനക്കാരുടെ പാരമ്പര്യത്തിനെതിരായി സംസാരിച്ചുകൊണ്ടല്ല. പലപ്പോഴും സുവിശേഷവുമായിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അതുവരെ അവർ ചെയ്തതെല്ലാം തെറ്റാണെന്നും തിരുത്തേണ്ടതാണെന്നും അവർ ചെയ്തതെല്ലാം അറിവില്ലായ്മയുടെ കാലങ്ങളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന ശൈലിയല്ല, മറിച്ച് പൗലോസ് അപ്പോസ്തലൻ അവരെ അഭിനന്ദിച്ചുകൊണ്ട് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ വിവിധ മതങ്ങളുടെ സംസ്കാരത്തോട് ഇടപഴകി ജീവിക്കേണ്ടി വരുമ്പോൾ നമുക്ക് അവർക്ക് കൂടെ സ്വീകാര്യമായ തരത്തിൽ വേദചിന്തകളെ വ്യാഖ്യാനിക്കേണ്ടി വരുന്നു എങ്കിൽ അതൊരു തെറ്റല്ല. പലരും വിമർശനാത്മകമായിട്ട് പറയാറുണ്ട്. വൈദികരും തിരുമേനിമാരുമൊക്കെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്നുള്ള വാക്കുകൾ, ഖുറാനിൽ നിന്നുള്ള ഉദ്ധരണികൾ, ഇങ്ങനെ പല മതങ്ങളുടേതായിട്ടൊക്കെ എടുത്തു കാണിക്കുന്നത് ഈ പല മതങ്ങളുടെ അർത്ഥതലങ്ങളിലേക്കുള്ള കടന്നുകയറ്റം അത് ഒരിക്കലും വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു തെറ്റല്ല, മറിച്ച് അവരെ കൂടെ ഉൾക്കൊള്ളുവാനുള്ള വിശാലത നമുക്കുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന അവസ്ഥ. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രസംഗത്തോട് ബന്ധപ്പെട്ടാണ് അതിനെ നാം കാണേണ്ടത്. മറ്റൊരിടത്ത് പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രതിസന്ധിയിലായി. ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ പൗലോസ് പിടിക്കപ്പെട്ടവനായി, പൗലോസിന് രക്ഷപ്പെടുവാനായിട്ട് യാതൊരു നിർവാഹവുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിഷമിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന രണ്ട് സമൂഹങ്ങൾ, ഒന്ന് സദൂക്യരാണ്, ഒന്ന് പരീശന്മാരാണ്. സാദൂക്യരും പരീശന്മാരും തമ്മിൽ പുനരുദ്ധാനം സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അവിടെ സംസാരിക്കുന്നു, ഞാൻ മരിച്ചവരുടെ പുനരുദ്ധാനം സംബന്ധിച്ചാണ് ഇന്ന് ഈ ശിക്ഷാവിധിയിലായിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം പറയാണ്, സദൂക്യരും പരീശന്മാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച്. പുനരുദ്ധാനമില്ല എന്ന് സദൂക്യർ പറയുമ്പോൾ പരീശന്മാരതുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ. അങ്ങനെ നിൽക്കുമ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ അത് സംബന്ധിച്ചാണ് കുറ്റക്കാരനായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ ഇടർച്ചയുണ്ടാവുകയും പൗലോസ് അവിടെ നിന്ന് രക്ഷപ്പെടുകയുമാണ്. ഞാൻ പറഞ്ഞത് വളരെ ബുദ്ധിയോടുകൂടെ പ്രാവിൻ്റെ നിഷ്കളങ്കതയും പാമ്പിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് സുവിശേഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിശാലമാക്കുന്ന, സുവിശേഷ മേഖലകളെ വിശാലമാക്കുകയും ഉപദ്രവമേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വസ്തുത, പൗലോസ് വലിയ വിപ്ലവകാരിയാണ്. ക്രിസ്തുവിൽ സ്ത്രീ എന്നില്ല, പുരുഷനെന്നില്ല, വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുന്ന പൗലോസിൻ്റെ വാഗ്ധോരണികൾ നമുക്ക് സുപരിചിതമാണ്. എന്നാൽ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സ്ത്രീ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. എന്താണ് അതിൻ്റെ കാരണം? അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയാണത്. അതിനെതിരായിട്ട് സംസാരിക്കാൻ പൗലോസ് കൂട്ടാക്കുന്നില്ല നേരിട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിനെതിരെ സംസാരിച്ചാൽ പൗലോസിൻ്റെ സുവിശേഷം ആളുകൾ ഉൾക്കൊള്ളാതെ വരും, സുവിശേഷ പ്രവർത്തനം സുഗമമല്ലാതെ വരും. ഞങ്ങൾ വൈദികരായിരിക്കുന്ന ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വ്യാപൃതരായി കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പ്രവർത്തനം സുവിശേഷത്തിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. സുവിശേഷം അറിയിക്കുവാൻ നിയോഗിതനായിരിക്കുന്നവൻ വ്യക്തമായി ആളുകൾക്ക് പങ്കാളിത്വമുള്ള ഇടങ്ങളിലേക്ക് ഒരു പാർഷ്യലായി പക്ഷപാതപരമായിട്ട് ഇറങ്ങുവാൻ പാടില്ല. ഇറങ്ങിയാൽ അത് ആരാധനയെയും ക്രിസ്തു മാർഗത്തെ സാരമായി ബാധിക്കുമെന്നുള്ളത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ സാമൂഹിക വ്യവസ്ഥിതിക്കെതിരായിട്ട് നിലകൊണ്ടാൽ സുവിശേഷ മാർഗത്തിനത് തടസ്സമായിട്ട് മാറും. അതുകൊണ്ട് പൗലോസ് ഒരു വാക്ക് പോലും പറയുന്നില്ല. നമുക്കെല്ലാം അറിയാമല്ലോ, ഫിലമോൻ്റെ ലേഖനത്തിൽ ഒനേസിമോസിനെ മാമോദീസ മുക്കി അല്ലെ ക്രിസ്തുവിൽ ജനിപ്പിച്ചതിന് ശേഷം വീണ്ടും അടിമയാക്കി തന്നെ ഒനേസിമോസ് ആകുന്ന ഉടമയുടെ അടുക്കലേക്ക് അയക്കുക. അടിമത്വത്തിനെതിരായിട്ട് ഒരു വാക്കും പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇവനെ രക്ഷിക്കപ്പെട്ട ഇവനെ വീണ്ടും ഉടമയുടെ അടുത്തേക്ക് അടിമയായിട്ട് അയക്കുക. അവിടെ പൗലോസിൻ്റെ രീതി എന്താ? ആ വ്യവസ്ഥിതിക്കെതിരായിട്ട് സംസാരിക്കുന്നില്ല. എന്നാൽ ഫിലമോനോട് പറയുന്നുണ്ട്, ക്രിസ്തുവിൽ അവൻ നിനക്ക് സഹോദരനാണ്. അങ്ങനെയാണ്, ക്രിസ്തുവിലാണ് പൗലോസ് ഒരു വിപ്ലവം രൂപപ്പെടുത്തുന്നത്. സാമൂഹിക വ്യവസ്ഥിതിക്കെതിരായിട്ട് സംസാരിക്കുന്നില്ല. സഹോദരങ്ങളെ, വളരെ ബുദ്ധിയോടെ പൗലോസ് ഇടപെട്ടത് കൊണ്ടാണ് പൗലോസിന് ഇത്ര വിശാലമായി സുവിശേഷം പ്രചരിപ്പിക്കാൻ സാധിച്ചത്. ഞാൻ പറയട്ടെ, ചെന്നായ്ക്കളുടെ ഇടയിൽ
പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ളതുകൊണ്ട് ശിഷ്യന്മാരാരും സ്വസ്ഥമായിട്ട് ജീവിച്ചു എന്ന് വിചാരിക്കരുത്. സുവിശേഷം ഇത്രത്തോളം എത്തിയത്, ഇത്രയും സാധ്യതകൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത് ഈ ഒരു വീക്ഷണത്തോടെ അവർ പെരുമാറിയത് കൊണ്ടാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിയുടെ സമീപനം പ്രായോഗിക ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ആത്മീയതയും ബുദ്ധിയും നാം ഒരുമിച്ച് ചേർത്ത് വിനിയോഗിക്കേണ്ടതുണ്ട്. നിഷ്കളങ്കത വിടാത്ത ബുദ്ധിയുടെ ഉടമകളായിട്ട് നാം മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സഭാജീവിതത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ഈ ലോകത്തിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുമ്പോൾ ബുദ്ധിയുടെയും നിഷ്കളങ്കതയുടെയും ആൾരൂപമായി നമുക്ക് മാറണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ദാവീദ് രാജാവിനോടുള്ള ബന്ധത്തിൽ പരാമർശിക്കുന്ന ഒരു ചരിത്രമുണ്ടാകും. 1 രാജാക്കന്മാർ 25-ാം അധ്യായം. ദാവീദ് ശൗലിനെ പേടിച്ച് ഓടി നടക്കുകയാണ്, ഒളിച്ചു പാർത്ത് നടക്കുകയാണ്. അവൻ്റെ കൂടെ കുറേ അനുയായികളുണ്ടാകും. അങ്ങനെ ഇരിക്കെ മോവാബ്യനായ ഒരു വ്യാപാരി, വലിയ സമ്പന്നനായിരിക്കുന്ന ഒരു വ്യാപാരി, നാബാൽ എന്നാണ് അയാളുടെ പേര്, നാബാലിനെ വന്ദനം ചെയ്യാനായിട്ട് ദാവീദ് തൻ്റെ അനുചരന്മാരെ പറഞ്ഞയച്ചു. അവൻ്റെ ഒരു സഹായം, അവൻ്റേതായൊരു സഹകരണം ഒളിച്ചും പാത്തും നടക്കുന്ന സാഹചര്യത്തിൽ ദാവീദിനും കൂടെയുള്ളവർക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞയച്ചത്. ഇതിനു മുമ്പ് നാബാലിൻ്റെ ആളുകളെ വളരെ ക്ഷേമത്തോടും സഹകരണ മനോഭാവത്തോടും കൂടി ദാവീദിൻ്റെ കൂടെയുള്ള ആളുകൾ പരിഗണിച്ചതാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ധനിക വ്യാപാരിയായിരിക്കുന്ന നാബാലിനെ, മോവാബ്യനായ നാബാലിനെ കാണുവാനായിട്ട് ദാവീദ് ആളുകളെ വിടുന്നത്. പക്ഷേ വളരെ നിഷേധത്തോടെ നാബാൽ പെരുമാറി. അവർക്ക് യാതൊരു പരിഗണനയും കൊടുത്തില്ല. ഞാൻ ഒന്നും അറിയാത്ത നിങ്ങൾക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്, നിങ്ങൾ എൻ്റെ ആളുകൾക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നതിനകത്ത് എന്ത് കാര്യമാണുള്ളത്? വളരെ നിഷേധിയായി നാബാൽ അവരുടെ മുമ്പാകെ കാണപ്പെട്ടു. അനുചരന്മാർ വന്ന് ദാവീദിനോട് പറഞ്ഞു, നാബാൽ പരിഗണിച്ചില്ല, വളരെ നിഷേധത്തോടെ പെരുമാറി. ദാവീദ് ഇറങ്ങുകയാണ് നാബാലിനെ കൊല്ലുവാൻ. ദാവീദും കൂടെയുള്ളവരും നാബാലിനെ തേടി യാത്രയാകുക. ഈ സമയത്ത് നാബാലിൻ്റെ കൊട്ടാരത്തിലൊരു ഭൃത്യൻ അവൻ്റെ ഭാര്യയോട് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊരു സംഭവം നടന്നു, ദാവീദ് ഇവനെ കൊല്ലുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന്. അബീഗയിൽ എന്നാണ് അവൻ്റെ ഭാര്യയുടെ പേര്. നമ്മളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇടുന്ന പേരാണ്, വളരെ മനോഹരമായ പേരാണ്. അബീഗയിലിനെ കുറിച്ച് പറയുന്നത് സുന്ദരിയായ സ്ത്രീ എന്നാണ്. രണ്ടാമത് പറയുന്നത് വിവേകമുള്ള സ്ത്രീ, ബുദ്ധിയുള്ളവളായ സ്ത്രീ എന്നാണ്. വിവേകമുള്ളവളായ, സൗന്ദര്യം കൊണ്ട് പലതും സാധിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, പക്ഷെ വിവേകം കൊണ്ട് സാധിക്കും. ഇവളിതറിഞ്ഞ ഉടനെ കുറേ ഭക്ഷണങ്ങളും കുറേ സന്നാഹങ്ങളുമായി ഇവൾ യാത്രയാവുകയാണ്. ദാവീദിനെ വഴിയിൽ വെച്ച് അവൾ കാണുകയാണ്. ദാവീദിനോട് അവൾ പറയുന്നൊരു വാചകമുണ്ട്, യജമാനനെ, എൻ്റെ ഭർത്താവ് ചെയ്ത പാപം എൻ്റെ മേലിരിക്കട്ടെ, അവൻ ഭോഷനാണ്, അവൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ഭോഷത്വം എന്നാണ്, അതേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ, ദയവ് ചെയ്ത് അവനെ കൊല്ലരുത്, അവനെ കൊന്ന പാപം യജമാനനിരിക്കും, യജമാനൻ എന്തെങ്കിലും അഭിഷിക്തനായി രാജാവായിട്ട് മാറുമ്പോൾ രക്തപാതകം യജമാനൻ്റെ മേൽ വരാതിരിപ്പാൻ തക്ക വിധം അവനോട് പൊറുക്കണം, എൻ്റെ മേൽ ആ പാപം കണക്കിടണമെന്ന് പറഞ്ഞു. ദാവീദ് അവിടെ വെച്ച് മടങ്ങുകയാണ്. അവൾ കൊടുത്ത ഭക്ഷണവും അനുചരന്മാർക്ക് വേണ്ടിയ എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് ദാവീദ് മടങ്ങുക. ദാവീദ് പറഞ്ഞു, ഒരു രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച നിൻ്റെ ബുദ്ധിയെ ഞാൻ പ്രശംസിക്കുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പിന്നീട് നാബാൽ മരിക്കുന്നു. ദാവീദ് അബീഗയിലിനെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. തൻ്റെ ബുദ്ധി കൊണ്ട്, തൻ്റെ നിഷ്കളങ്കമായ ബുദ്ധി കൊണ്ട് ഭർത്താവിൻ്റെ ജീവനെ രക്ഷിച്ച ഒരു ഭാര്യയെ നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്ക ബുദ്ധി എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കാൻ വരെ പര്യാപ്തമായിട്ടുള്ളതാണ്. നമ്മുടെ ഇതൊരു കുടുംബ പശ്ചാത്തലത്തിൽ ഭർത്താവിൻ്റെ നാശം വരുമ്പോൾ ഭാര്യയുടെ ബുദ്ധിപൂർവമായ ഇടപെടൽ ഭർത്താവിനെ രക്ഷിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബാന്തരീക്ഷത്തിൽ ഇന്ന് കാണുന്നത് ബുദ്ധിയുടെ അഭാവമാണ്. നിഷ്കളങ്കതയും ബുദ്ധിയും ഒരുമിച്ച് ചേരുമ്പോൾ പല ജീവനുകൾ രക്ഷിക്കാൻ സാധിക്കും. പലരും പറയാറുണ്ട്, മദ്യപിച്ച് വരുന്ന ഭർത്താവിനോട് വളരെ കർശനമായി ഇടപെടുന്ന ഭാര്യ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പിറ്റേന്ന് ഭർത്താവ് കൂടുതൽ ശക്തമായി മദ്യപിച്ചു വരും. ഒരാളെയും അങ്ങനെ നമുക്ക് രൂപാന്തരപ്പെടുത്താൻ സാധിക്കില്ല. നമ്മുടെ ദേഷ്യം കൊണ്ട്, നമ്മുടെ നിർബന്ധം കൊണ്ട്, പിടിവാശി കൊണ്ട് ആരെയും നന്നാക്കാനൊക്കില്ല. എന്നാൽ വിവേകത്തോടെ, ബുദ്ധിയോടെ, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, വിവേകമുള്ള സ്ത്രീ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തിനേക്കാൾ, പൊന്നിനേക്കാൾ വലുത് എന്ന്. എനിക്കറിയാവുന്ന ഒരു ഗ്രഹനാഥൻ പറഞ്ഞൊരു വാചകമുണ്ട്, അച്ഛാ,
എനിക്ക് യാതൊരു വിദ്യാഭ്യാസവും ഇല്ല, ഒരു വിവരവും എനിക്കില്ല, എൻ്റെ ഭാര്യ ബുദ്ധിയുള്ളവളാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. ഇത് നല്ല നിലയിലെത്തിയിട്ടുള്ള ഭർത്താവ് പറയുക, എൻ്റെ ഭാര്യ ബുദ്ധിയുള്ളവളായതുകൊണ്ട് ഞാൻ ഈ നിലയിലെത്തി. പലതും ഉണ്ടാകാം, ബുദ്ധി ഉണ്ടാവണമെന്നില്ല. പ്രിയ സഹോദരങ്ങളെ, അബീഗയിലിൻ്റെ ബുദ്ധിയാണ് ദാവീദിനെ രക്തപാതകത്തിൽ നിന്ന് രക്ഷിച്ചത്, അബീഗയിലിൻ്റെ ഭർത്താവിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. അതുപോലെ അബീഗയിൽ രാജപത്നിയായിട്ട് മാറാനുള്ള സാഹചര്യം ഉണ്ടായതും അവളുടെ ബുദ്ധിയാണ്. എന്നാൽ ബുദ്ധി തലതിരിഞ്ഞുപയോഗിച്ചിട്ടുള്ള പല രംഗങ്ങളുണ്ട്. ഊരിയാവിൻ്റെ ഭാര്യ ബേത്ശേബയെ ദാവീദ് ഭാര്യയായിട്ടെടുത്തിട്ട് അത് മറയ്ക്കാൻ വേണ്ടി ഊരിയാവിനെ കൊല്ലുകയുണ്ടായി. ബുദ്ധിയുടെ ഒരു വശമാണ്. പക്ഷേ അവിടെ ദാവീദ് പൊട്ടിക്കരയേണ്ടി വന്നു. ദാവീദിന് ജനിച്ച കുഞ്ഞ് മരിച്ചു പോകുന്നു. ആ വക്രബുദ്ധി, ആ തലതിരിഞ്ഞ ബുദ്ധി ദാവീദിനെ ഒരുപാട് വേദനിപ്പിച്ചു. എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന വേദനകൾ വേദപുസ്തകത്തിൽ ബുദ്ധി ഭംഗിയായിട്ട് ഉപയോഗിച്ച അനേകം ആളുകളുണ്ട്. ഫറവോൻ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണമെന്ന് കൽപ്പന കൊടുത്ത സൂതികർമ്മിണികൾ ഇസ്രായേൽ കുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചിട്ട് ഫറവോൻ്റെ അടുത്ത് പറഞ്ഞു, ഇസ്രായേൽ എബ്രായ സ്ത്രീകൾ തിറവുള്ളവരാണ്, ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ അവരുടെ പ്രസവം കഴിഞ്ഞിരിക്കും. അവർ കുഞ്ഞുങ്ങളെ രക്ഷിച്ചിട്ട് ബുദ്ധിയോടെ അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഫറവോൻ്റെ ദേഷ്യത്തിൽ നിന്ന്, ഫറവോൻ്റെ ശിക്ഷയിൽ നിന്ന് ആ സൂതികർമ്മിണികൾ ഒഴിഞ്ഞു മാറുകയാണ്. ബുദ്ധിയോടെ അവർ ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ചിട്ട് ബുദ്ധിയോടും വിവേകത്തോടും കൂടി പെരുമാറി അവർ രക്ഷ നേടി. പ്രിയപ്പെട്ടവരെ, ബുദ്ധിയോടെയുള്ള സമീപനം ജീവനെ രക്ഷിക്കുന്നതിന് പര്യാപ്തമായിട്ട് മാറും. അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികളെ അനുഗ്രഹിച്ചു. രാഹാബ് എന്ന് പറയുന്ന വേശ്യ തൻ്റെ അടുത്ത് വന്ന ഒറ്റുകാരെ, ഇസ്രായേലിൻ്റെ പ്രതിനിധികളായിട്ട് വന്ന യോശുവ പറഞ്ഞയച്ച ഒറ്റുകാരെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. വളരെ ബുദ്ധിയോടെ പെരുമാറി. അവരെ അന്വേഷിച്ച് വന്നവരുടെ മുമ്പിൽ അവളുടെ വിവേകം, അവളുടെ ബുദ്ധി, അവളുടെ കൂർമ്മത, അതുകൊണ്ട് മാത്രം ഒറ്റുകാരായ ആളുകൾ രക്ഷപ്പെട്ടു. അനന്തരഫലം എന്താണ്? ഒരു ചുവന്ന ചരട് അവളുടെ വീടിൻ്റെ മുമ്പിൽ കെട്ടി എറീഹോ മുഴുവൻ തകർന്നപ്പോൾ അവളെ ദൈവം രക്ഷിച്ചു. ബുദ്ധിപൂർവമായ സമീപനം ഹാഗാറിൻ്റെ, രാഹാബ് എന്ന് പറയുന്ന വേശ്യയുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായി വിശുദ്ധ വചനത്തിൽ പരിഗണിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ബുദ്ധിയുടെ തലതിരിഞ്ഞ പ്രയോഗം, ബുദ്ധിയുടെ നിഷ്കളങ്ക ഭാവം, നിഷ്കളങ്കതയിൽ അധിഷ്ഠിതമായ ബുദ്ധിയുടെ പ്രയോഗം. ഇതാ യേശുക്രിസ്തു പറയുന്നു, ചെന്നായുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുക. ലോകത്തിൻ്റെ മുഖം എപ്പോഴും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആകണമെന്നില്ല. അവിടെ ക്രൂരതയുണ്ട്, അവിടെ പൈശാചികതയുണ്ട്, അവിടെ വൈരുദ്ധ്യങ്ങളുണ്ട്. അത് ചെന്നായുടെ ഭാവമാണ്. എന്നാൽ ആടിനെ പോലെ നമുക്കിവിടെ ജീവിച്ചേ പറ്റുള്ളൂ. ചെന്നായുടെ നടുവിൽ ചെന്നായാകാനായിട്ടല്ല. പലപ്പോഴും പറ്റുന്ന അബദ്ധം അതാണ്. ചെന്നായുടെ നടുവിൽ ചെല്ലുമ്പോൾ കുറേയൊക്കെ ക്ഷമിക്കും, കുറേയൊക്കെ നോക്കും, പിന്നെ നമ്മളങ്ങ് ചെന്നായായിട്ട് മാറുകയാണ്. അതല്ല, ചെന്നായുടെ നടുവിൽ ആടിനെ പോലെ ജീവിക്കുവാനുള്ള മാർഗം പാമ്പിൻ്റെ ബുദ്ധിയും പ്രാവിൻ്റെ നിഷ്കളങ്കതയും സ്വന്തമാക്കുക എന്നുള്ളതാണ്. പാമ്പിൻ്റെ ബുദ്ധിയോടും പ്രാവിൻ്റെ കളങ്കതയോടും കൂടെ നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നന്നാവും. കുടുംബ ബന്ധങ്ങളിലുള്ള ശിഥിലമായ ഭാവങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. അബീഗയിലിനെ പോലെ കൂടെയുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്ന ബുദ്ധിപൂർവമായ സമീപനം നമുക്ക് രൂപപ്പെടുത്തുവാനായിട്ടൊക്കും. ബുദ്ധിപൂർവമായ സമീപനം നമ്മുടെ ആത്മീയ ശുശ്രൂഷ രംഗത്ത് നമ്മുടെ വ്യക്തിജീവിതത്തിന് തകർച്ചകൾ നേരിടാതെയും പേരുദോഷങ്ങൾ ഉണ്ടാക്കാതെയും അതേസമയത്ത് തന്നെ സുവിശേഷത്തിൻ്റെ സുഗമമായ വളർച്ചയ്ക്കും സഹായകമാകും എന്ന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുക. രാഷ്ട്രീയ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന അന്തരീക്ഷത്തിൽ കൈസറിനോടാണോ യഹൂദന്മാരോടാണോ സ്നേഹം എന്നറിയാൻ വേണ്ടിയിട്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചവരുടെ മുമ്പിൽ കൈസറുടെ പക്ഷവും യഹൂദന്മാരുടെ പക്ഷവും ചേരാതെ രാഷ്ട്രീയ ജീവിതത്തിൽ പുതിയൊരു ശൈലി പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ രീതി, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും, ദൈവവും രാഷ്ട്രവും തമ്മിലുള്ള, ദൈവവും രാഷ്ട്ര സംവിധാനങ്ങളും തമ്മിലുള്ള അന്തരത്തെ വ്യക്തമാക്കുന്ന ക്രിസ്തുവിൻ്റെ ശൈലി. പ്രിയ സഹോദരങ്ങളെ, ലോകം നേരിടുന്ന പ്രതിസന്ധികൾക്ക് മുമ്പിൽ ബുദ്ധിയുടെ നിഷ്കളങ്കതയുടെ അതിജീവനമാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത്. കൊറോണ അത് നേരിടുവാൻ ബുദ്ധിയോടെ നാം ശ്രമിക്കുകയാണ്. മാസ്ക് ധരിച്ചുകൊണ്ട്, കൈകൾ കഴുകിക്കൊണ്ട്, അകലം പാലിച്ചുകൊണ്ട്, നമ്മുടെ പ്രായോഗികമായ ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് അത് നമുക്കെത്താതെയും നമ്മിൽ നിന്ന് മറ്റൊരാൾക്കെത്താതെയും കുറേ പരിശ്രമങ്ങൾ നാം നടത്തി വരികയാണ്. ബുദ്ധിയുടെ പ്രായോഗികതയാണ് നാം ഇവിടെ
അനുവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ലോക ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ പ്രതിസന്ധി, കൊറോണയുടെ മാത്രമല്ല, എല്ലാ പ്രശ്നങ്ങളുടെയും മുമ്പിൽ ഈ ബുദ്ധിപരമായ സമീപനം നമുക്കുണ്ടാകണം. ബുദ്ധിയോടെ നേരിടണം. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ ബുദ്ധിയോടെ, വിവേകത്തോടെ നേരിടണം. വിവേകവും വൈകാരികതയും രണ്ടും രണ്ടാണ്. വികാരത്തിൻ്റെ തള്ളലിൽ ഒരു പ്രശ്നത്തെയും നമുക്ക് അതിജീവിക്കാൻ സാധ്യമാവുകയില്ല. കുടുംബ പ്രശ്നങ്ങളിൽ വികാരത്തിൻ്റെ തള്ളലല്ല, വിവേകത്തിൻ്റെ കടന്നുകയറ്റമാണ് ഉണ്ടാകേണ്ടത്. അതാണ് ബുദ്ധി. വിവേകത്തോടെ കൈകാര്യം ചെയ്യുക. നമ്മുടെ കൂടെ ഉള്ളവർ നഷ്ടപ്പെടാതെ അവരെ ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന വിവേകത്തിൻ്റെ ശൈലി അവലംബിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ജോലി നഷ്ടപ്പെടുന്ന അനേകം ആളുകൾ ഇന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾക്കുള്ളത്. സഹോദരങ്ങളെ, ഗൾഫിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, കൊറോണ വന്നിട്ടുള്ള ആളുകളുണ്ട്, നിരീക്ഷണത്തെ കഴിയുന്ന ആളുകളുണ്ട്. ഒരു വലിയ പ്രശ്നമാണ്. എത്രയോ ആളുകൾ ഈ സമയത്ത് ആത്മഹത്യ ചെയ്തു. എന്താണ് പരിഹാരമെന്നറിയാതെ. പക്ഷേ വിവേകത്തോടെ, ബുദ്ധിയോടെ സ്വീകരിക്കണം. ഏത് പ്രതിസന്ധി, ഏത് സാഹചര്യവും ബുദ്ധിയോടെ സമീപിക്കുക. ആ സമീപനത്തിൽ ഒരു നല്ല ഭാവിയുണ്ട്. ആത്മഹത്യ ചെയ്ത സഹോദരങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ഞാനും ഒരു ക്വാറന്റൈന് വിധേയനായിട്ടുള്ളയാളും കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ടുള്ളയാളും ഈ വിധത്തിലുള്ള വഴിയിലൂടെ കടന്നുപോയിട്ടുള്ളയാളുമാണ്. പക്ഷേ എനിക്ക് പറയാനായിട്ട് സാധിക്കും, അതൊരു മാരകമായ അവസ്ഥയാണ്. സർക്കാരിനോ സംവിധാനങ്ങൾക്കോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഏകാന്തതയുടെ ഉൾഭീതി മനസ്സിനെ അലട്ടുന്ന കാലമാണ്. ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു, ഒരുപാട് ആളുകൾ വിളിച്ച് ആശ്വാസമൊക്കെ നൽകി. പക്ഷെ നമ്മൾ ഒറ്റപ്പെട്ട പത്മോസ് ദ്വീപിൽ യോഹന്നാൻ എന്ന പോലെ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളാണത്. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരാൾ ആത്മഹത്യ ചെയ്താൽ ആളെ കുറ്റം പറയാനൊക്കില്ല. കാരണം കൊറോണ വന്നു കഴിയുമ്പോൾ ദേശത്തുള്ള ആളുകളുടെ സമീപനം, ലോകത്തിൻ്റെ ഇന്ന് മാധ്യമങ്ങളിൽ നാം കാണുന്നത്, ഒരാളുടെയും പേര് പറയത്തില്ല, പക്ഷേ ഇന്ന ദിവസം ഇന്നടത്തു നിന്ന് വന്ന ഇന്ന സ്വദേശി ഇത്ര വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ ഏതൊരുത്തനും മനസ്സിലാകുന്നതാണ്. മാധ്യമങ്ങൾ ആളെ മറച്ചു വെച്ചുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മുടെ രാഷ്ട്ര സംവിധാനങ്ങൾ വൈകുന്നേരം നടക്കുന്ന പത്ര വാർത്തകളിലൂടെ ഈ ആളുകളുടെ എണ്ണവും പേരുകളും എണ്ണം പറയുമ്പോൾ, ജില്ല തിരിച്ചു പറയുമ്പോൾ എന്തൊരു ഭീകരമായ ഭയമാണ് ആളുകളെ ഭരിക്കുന്നത്. ഒരുപക്ഷെ പറയുന്നവർക്ക് മനസ്സിലാവുന്നില്ല അത് ഏത് തരത്തിലാണ് ആളുകൾക്ക് കൊള്ളുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മഹത്യയിലേക്ക് പോയ ആളുകളെ കുറ്റം പറയാനൊക്കില്ല. നമുക്ക് വേണ്ടത് വിവേകത്തോടെയുള്ള ഒരു ആലോചനയാണ്. ഏതു പ്രതിസന്ധികളുടെയും നടുവിൽ ഈ അന്വേഷണം, ബുദ്ധിയുടെ അന്വേഷണം നാം നടത്തേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെന്നായുടെ മുഖം നിഴലിട്ട് നിൽക്കുന്ന ലോക ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ എതിർപ്പുകളാണ്, വൈരാഗ്യങ്ങളാണ്, രക്തം കുടിക്കുവാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന പ്രതീതിയാണ്. അത് ശത്രുക്കൾ മനുഷ്യർ മാത്രമല്ല, ഭൂകമ്പങ്ങളും പ്രളയങ്ങളും കോവിഡ് പോലെയുള്ള മാരക രോഗങ്ങളുമൊക്കെയായി നമ്മളെ തകർത്ത് കളയാൻ ഉദ്യമിക്കുന്ന സംവിധാനങ്ങളായ ചെന്നായ്ക്കളുടെ മധ്യത്തിൽ ആടിനെ പോലെ ജീവിക്കുവാൻ പാമ്പിൻ്റെ ബുദ്ധിയും പ്രാവിൻ്റെ നിഷ്കളങ്കതയും സ്വന്തമാക്കി മുന്നേറുവാൻ, അങ്ങനെ തകരാതെ തളരാതെ കർത്താവിൻ്റെ ഹിതം നിവർത്തിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു.